അയാൾ പറഞ്ഞാലേ നമ്മൾ പൈലിംഗ് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പൊ കോളനിക്കാരെയും കൂട്ടിക്കൊണ്ടുവന്നാൽ തടയുന്നോ? പൈലിംഗ് തടയാൻ പോകുന്ന വിവരം അയാൾ നേരത്തെ തന്നെ വിളിച്ചറിയിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ പോലീസുമായി ചെന്ന് പണി തുടരണമെന്ന്. അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അയാൾ എന്തെങ്കിലും ബുദ്ധി കണ്ടിട്ടുണ്ടാവും മിസ്റ്റർ തോമസ്. അല്ലാണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. റാവുത്തരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറ. എന്തെങ്കിലും ഒന്ന് പറ. അവന്മാര് പോലീസിനെയും കൊണ്ടുവന്ന് പണി തുടങ്ങിയ പ്രശ്നമാണ്. നീ പോയി അവനോട് ഇങ്ങോട്ട് വരാൻ പറ, ആ സ്വാമിയോട്. എന്താ? നീ പോയി അവന്മാരോട് ഒന്നുകൂടി സംസാരിക്കണം. ഞങ്ങൾക്ക് വാവുകൊണ്ട് പറയാൻ അറിയില്ല, കൈകൊണ്ട് പറയാനേ അറിയുള്ളൂ. നീ ഒന്ന് പറ, കേട്ടില്ലേ ഞങ്ങൾ പറഞ്ഞോളാം. Vietnam Goliki! Vietnam Goliki! Vietnam Goliki totti kalittan! Vietnam Goliki totti kalittan! Akkali tikali police! Akkali tikali police! Vietnam Goliki totti kalittan! Vietnam Goliki totti kalittan! Akkali tikali police! Akkali tikali police! Vietnam Goliki totti kalittan! Vietnam Goliki totti kalittan! Akkali tikali police! Akkali tikali police! Pullane! Pullane! Police പട്ടാളം പുല്ലാണ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പണി തടയാനാണെങ്കിൽ അത് സാധ്യമല്ല. ഇത് കമ്പനിക്കാരുടെ സ്ഥലമാണ്. അവർക്ക് പണി നടത്താൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് വന്നാൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് തടയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ സ്റ്റേ മേടിച്ചുകൊണ്ട് വരണം. സ്റ്റേ മേടിക്കുന്നത് ഏത് വകുപ്പിലാ? വല്ലവരുടെയും കെട്ടിടത്തിൽ വാടക കൊടുക്കാതെ കയ്യേറി താമസിക്കുന്നവര് ഏത് വകുപ്പിലാ സ്റ്റേ മേടിക്കുന്നത്? മിസ്റ്റർ തോമസ്, നിങ്ങളൊരു വക്കീല് മാത്രമല്ലേ, അല്ലാതെ കോടതിയൊന്നുമല്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ നിയമവും വകുപ്പും കോടതി ഒന്നും പഠിപ്പിക്കേണ്ട. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന മനുഷ്യരാണിവർ. അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് ഏത് വകുപ്പാണ്, ഏത് കോടതിയാണ്? ശരിയാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഞങ്ങളുടെ ഈ പൈരും കൊണ്ട് നിങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവാം. നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴും, അതൊക്കെ വാസ്തവം തന്നെ. എന്ന് വെച്ച് ഞങ്ങൾക്കിവിടെ കൺസ്ട്രക്ഷൻ നടത്താതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സകല നാശനഷ്ടങ്ങൾക്കും ഞങ്ങൾ നഷ്ടപരിഹാരം തരാൻ തയ്യാറുമാണ്. നിങ്ങൾ എന്ത് തരുമെന്നാ? ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ ഒരുപക്ഷെ കെട്ടിത്തരാൻ പറ്റുമായിരിക്കും. ഒരു ജീവൻ നഷ്ടപ്പെട്ടാലോ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുമോ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നിങ്ങൾ കൂടുതലായി ഒന്നും ചെയ്യണ്ട, പണി നിർത്തിയാൽ മതി. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്തിനു വേണ്ടിയാ മൂസ സെറ്റുമായി കേസ് പറയുന്നത്? 3 സെന്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞല്ലേ? അത് തരാൻ ഞങ്ങൾ തയ്യാറാണെങ്കിലോ? മൂസ സെറ്റിന്റെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ഞങ്ങൾ മേടിച്ചോളാം. ഇവിടുത്തെ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് പൊളിച്ചോണ്ടും പോവാം. പറ, നിങ്ങളുടെ തീരുമാനം എന്താ വെച്ചാ പറ. അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, ഇവരാണ്. ഇവരുടെ നേതാക്കന്മാരാണ്. അവരുമായി ആലോചിച്ചതിന് ശേഷമേ അതിന് മറുപടി പറയാൻ പറ്റൂ. മതി, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഈ പണി ഞങ്ങൾ നിർത്തിവെക്കാം. ഒരു സ്വാമി, സ്വാമി, ഞാൻ പറയണതൊന്ന് കേക്ക്. ഇത് കുഴപ്പാണ്. ഒടുക്കം യുവമാരൊന്നും ഇവിടുന്ന് ഒഴിഞ്ഞു പോവില്ല. കമ്പനിക്ക് കമ്പനിയുടെ സ്ഥലത്ത് പോലും പണി തുടങ്ങാനും പറ്റില്ല. അതാണ് ഇപ്പൊ വീണ്ടാവാൻ പോണത്. സ്വാമി ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ എങ്ങനെ ഒഴിഞ്ഞിരുന്ന സ്വാമി പറയണേ? അവകാശം മേടിച്ച് ആരെങ്കിലും പോകാന്ന് സമ്മതിച്ചാൽ തന്നെ റാവുത്തർ വിടോ, സ്രാങ്ക് വിടോ, ഇരുമ്പ് വിടോ, കൊന്നുകളയില്ലേ ഇവന്മാര്? ഇവന്മാരെ എപ്പോഴാ ഇടയാന്ന് ആർക്കറിയ? അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. സ്വാമിയുടെ ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല. ഒന്നുമില്ലടോ കെ ജോസഫേ, താൻ നോക്കിക്കോ. ആദ്യം ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരാമെന്ന് സമ്മതിക്കുന്നത് ഈ റാവുത്തരും ജോണും ശ്രാങ്കോ ആയിരിക്കും. അവന്മാരിവിടെ നിന്ന് പോകാത്തതും മറ്റുള്ളവരെ പോകാൻ സമ്മതിക്കാത്തതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്? തീക്കളിയാ സ്വാമി, തീക്കളി. തീ കണ്ടാൽ പേടിച്ചോടുന്നവനല്ലടോ, അതടക്കാനും അണയ്ക്കാനും മന്ത്രമറിയാവുന്നവനാണ് ബ്രാഹ്മണൻ. താൻ കണ്ടോ?
ഇപ്പൊ കമ്പനി നമുക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഈ 3 സെന്റ് സ്ഥലം ഇവിടെ ഒരാളും മേടിക്കരുത് എന്ന് റാവുത്തരും ജോണും ഷ്രാങ്കും പറയുന്നതിൽ കാര്യമുണ്ട്. അതുപോലെ തന്നെ മൂസ സേട്ടുവുമായിട്ടുള്ള കേസിൽ നമ്മൾ ജയിച്ചാലും കിട്ടാൻ പോകുന്നത് ഇതേ 3 സെന്റ് തന്നെയല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ജോണും ഷ്രാങ്കും റാവുത്തരും പറയുന്നത് അനുസരിക്കണമെന്നാണ്. കമ്പനി ഇപ്പൊ വേറെ സ്ഥലം തരാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അത് നമ്മുടെ അവകാശമാണ് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ ഈ ശക്തിയും യോജിപ്പും കണ്ട് പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം കേസ് പറഞ്ഞിട്ടും ഒരു നുള്ളു മണ്ണ് പോലും തരില്ല എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പൊ എല്ലാ അവകാശവും തരാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ശക്തിയും യോജിപ്പും എന്നും ഉണ്ടാവണം. അല്ലാതെ ഇപ്പൊ തരുന്ന 3 സെന്റ് സ്ഥലവും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഛിന്ന ഭിന്നമായി പോയാൽ നഷ്ടപ്പെടാൻ പോകുന്നതും ഇതേ ശക്തിയും യോജിപ്പും തന്നെയാണ്. ഇപ്പോ നമ്മൾ കമ്പനിയോട് ആവശ്യപ്പെടേണ്ടത് ഇതാണ്: നമുക്ക് 3 സെന്റ് സ്ഥലം വീതം മാത്രം തന്നാ പോരാ എന്നും അതൊന്നായിട്ട് തരണമെന്നും അവിടെ താമസിക്കാൻ ഇതുപോലൊരു കോളനി പണിത് തരണമെന്നും പറയണം. ഈ റാവുത്തരും ജോണും ഷ്രാങ്കും എല്ലാം നമ്മുടെ നേതാക്കന്മാരായിട്ട് അവിടെയും ഉണ്ടാവണം. എന്ത് പറയുന്നു? സാധ്യമല്ല. കമ്പനി തരുന്ന 3 സെന്റും മേടിച്ച് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഈ ദുഷ്ടന്മാരുടെ കൂടെ ജീവിക്കാൻ ഇനി ഞങ്ങൾക്ക് വയ്യ. ഈ കോളനി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു തരണമെന്ന് പറയുന്നത് ഇവന്മാർക്ക് അവിടെയും പിരിവ് നടത്തി ജീവിക്കാനാ, സകല വൃത്തികേടുകളും ചെയ്യാൻ സ്ഥലമുണ്ടാക്കാനാ. ഇത്രയും കാലം ഞങ്ങൾ ഇത് സഹിച്ചു, ഇനി സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എല്ലാരോടും കൂടിയാ പറയണത്. ഈ കോളനി ഇവിടെ നിന്ന് വേറൊരിടത്തേക്ക് മാറ്റിത്തരാൻ ഞാൻ കമ്പനിയോട് പറയാൻ പോവുക. കമ്പനി അതിന് തയ്യാറായാൽ എല്ലാരും ഇവിടെ നിന്ന് ഒഴിയും. മനസ്സിലായോ? പോയിക്കോ, പോയിക്കോളാൻ. ആ പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഈ ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നാണ്. താൻ എന്താണോ ഈ പറയുന്നത്? ഇത്രയും നാൾ അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ നടന്നിട്ട് ഇപ്പൊ അവര് നമ്മുടെ വഴിക്ക് വന്നപ്പോ സാർ ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? എന്താ മിസ്റ്റർ കൃഷ്ണമൂർത്തി ഇത്? നമ്മൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയല്ലേ അവരിപ്പോ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെന്താ സാർ? കോളനിക്കാരെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇന്ന് നമ്മൾ ഇത് അംഗീകരിച്ചു കൊടുത്താൽ നാളെ അവരുടെ ഡിമാൻഡ് വേറൊന്നായിരിക്കും, അടുത്ത ദിവസം മറ്റൊന്നായിരിക്കും. മാത്രമല്ല, നമ്മൾ ഇത് അവർക്ക് വെച്ച് നീട്ടുന്ന ഔദാര്യമായിട്ട് ഒരിക്കലും അവർക്ക് തോന്നരുത്. നമ്മുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് മേടിച്ചെടുക്കുന്ന അവകാശമായിട്ടാണ് അവർക്ക് തോന്നേണ്ടത്. നാളെ നിങ്ങൾ രണ്ടുപേരും കോളനിയിലേക്ക് വരണം. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് പറയണം അവരുടെ ഈ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. താനെന്താ ഞങ്ങളെ കോളനിയിൽ കൊണ്ടുപോയി കൊലിക്കൊടുക്കാൻ പോകുന്നു? ഒന്നും ഉണ്ടാവില്ല സാർ, ധൈര്യമായിട്ട് വരണം. ഞാനില്ലേ അവിടെ? നിങ്ങളുടെ തീരുമാനം ഇനിയും പറഞ്ഞില്ല. ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വീതം തന്നാ മാത്രം പോരാ. പിന്നെ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ വീടുകളും പണിത് തരണം. എന്താ നിങ്ങൾ ഈ പറയണത്? ഇവിടെ ഉള്ളവർക്ക് ഞങ്ങൾ വീട് പണിത് തരണമെന്നോ? അതെ, കാരണം അതൊന്നും നടക്കുന്ന കാര്യമല്ല. താമസിക്കാനുള്ള സ്ഥലം തരാം, അല്ലാതെ അവിടെ വീട് വെച്ച് തരാനൊന്നും കമ്പനിക്ക് പറ്റില്ല. എങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ, ഞങ്ങളുടെ പണി ഞങ്ങൾ നോക്കിക്കോളാം.
സ്വാമി ഇതൊക്കെ ഞങ്ങളെ കുടിയൊഴിപ്പിക്കണോ എന്താണ് നോക്കണത്? പോവില്ല പോവില്ല നിന്റെ ഒരു ഫോട്ടോ ഷൂട്ട് വാടാൻ പോന്നി ഒന്ന് ചെയ്ത അടിച്ചു കൊല്ലോ പിടിക്കണോ പിടിക്കണോ വണ്ടി എടുക്കണോ വണ്ടി അറിയാമോ ഈ വാവലിനൊരു ചരിത്രമുണ്ട്. ഒരിക്കൽ ഇത് ആരുടെയും മുന്നിൽ അടഞ്ഞാൽ പിന്നെ അവൻ പുറലോകം കാണില്ല. എറണാകുളത്ത് ഇപ്പൊ സാറുമാർക്ക് മനസ്സിലായി കാണുമല്ലോ ഈ കോളനിക്കാരുടെ ശക്തി എന്താണെന്ന്. ഇതിൽ ഇവിടുള്ള മുഴുവൻ താമസക്കാരും ഒപ്പിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരാമെന്ന് ഇവരെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ നിങ്ങൾ ഒപ്പിട്ട് തരണം. കോളനിക്കാർക്ക് മുഴുവൻ വീട് കെട്ടി കൊടുക്കാമെന്ന് സമ്മതിച്ച് ഇതിൽ ഒപ്പിട്ട് തരണം. ഒപ്പിടണം സാർ. പടയുടെ പോരുബലം തരും തരും ജനം തേടി വരും നേടി വരും ജയ ജയ നേടികളും കാഹളവും പകരിനി മാനം തെളിഞ്ഞു പോയി മഴമേഘം മറഞ്ഞു പോയി ഇന്നല്ലോ ഇടാവേളം തേടി പെയ്യാക്കും
വരും പറധ്വനി ദിഗന്ധ ബന്ധുവി ഉശിരു പകരും ഇതിന് പുതിയൊരാവേശം പടയുടെ പോരുകലം തരും തരും ജയ ജയ ഭേരികളും കാഹളവും സ്വപ്നങ്ങൾക്ക് സ്വർണ്ണവർണ്ണം എന്നും നിറനിറയോ നിര ഒലിക്കണ് നിഴൽ കലിക്കണ് പൂരുവലം വരും വരും ജനമ തേടി വരും നേടി വരും ജയ ജയ ഭേരികളും കാഹളവും തകതിമി മോനെ എന്താ അമ്മ? പൊന്നുമോനെ, മോനിതിന് കൂട്ടു നിൽക്കരുത്. ഈ കോളനി സ്ഥലം ഒഴിപ്പിക്കാൻ പൊന്നുമോനെ നീ കൂട്ടു നിൽക്കരുത്. ഇതെന്റെ സ്ഥലമാണ്. എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കെട്ടി തന്നതാണ് ഇതൊക്കെ. മരിക്കുന്നത് വരെ ഇതൊക്കെ കണ്ടു കഴിയാലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്റെ മോന്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോന്നത്. ഇപ്പൊ ഇതൊക്കെ ഇടിച്ചു പൊളിക്കാൻ പോണെന്ന് കേട്ടപ്പോ ഉമ്പാട് ചങ്കാട് പോലെ പൊളിയരുത്. മോൻ കണ്ടിട്ടുണ്ടാ എന്റെ മൂസാനെ? ഇല്ല. ഇതാണ് ഇതിലുണ്ട് അവന്റെ സ്ഥലവും അഡ്രസ്സും ഒക്കെ. മോൻ അവനൊരു എഴുത്തെഴുതണം, ഉമ്മാനെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ. ഉമ്മാക്ക് ഇനി പോവാൻ വേറെ ഒരിടവും ഇല്ലെന്ന് മോൻ അവനോട് പറയണം. ഇത് കണ്ട മോനന്ന് തന്ന വാടക 50 ഉറുപ്പ്യ. ഇതും വന്ന് ഇതുപോലെ കൊണ്ട് നടക്കുക. ഇതിന്റെ കുടുംബക്കാരായ ഉമ്മാക്ക് ജീവിതത്തിന് ആകപ്പാട് കിട്ടിയ വാടകയാണ്. സ്വാമി, 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 ഒന്ന് വേഗം വന്നേ. എന്താ? ഒന്നിങ്ങോട്ട് വരാൻ.
ഇന്നലെ രാഹേലിന്റെ അറിയത്തായിരുന്നു കിടപ്പ്. പാതിരായ്ക്ക് അവരെ തട്ടി വെള്ളം ചോദിച്ചപ്പോ പോയി പൈപ്പിന്റെ എവിടെയെന്ന് കുടിക്കാൻ പറഞ്ഞു. ആ വരവാ. എന്നിട്ട് ഇതെന്തിനാ ഇങ്ങനെ ചെളി കിടത്തിയിരിക്കുന്നത്? ഒന്ന് പിടിച്ചേ. അതോ സ്വാമി വേണ്ട, തൊട്ടു പോരുന്ന റാവുത്തർ പറഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ ഒന്ന് അവരെ വണ്ടിയിൽ വലിച്ചിട്ടുണ്ട് പോയിക്കോട്ടെ. അതിനാണ് ഇങ്ങനെ കടത്തിയിരിക്കുന്നത്. വേണ്ട സ്വാമി, വെറുതെ കുഴപ്പമുണ്ടോ? ഈ കാണുന്നതിന്റെയൊക്കെ ഉടമസ്ഥയായ സ്ത്രീ ഒരു കാലത്ത് രാജ്ഞിയെ പോലെ കഴിഞ്ഞിരുന്നവരാ. ഇവരെ വെറും അനാഥ പ്രയത്തെ കൊണ്ടുപോകും പോലെ വണ്ടിയിൽ വലിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവർക്കൊരു അവകാശമുണ്ട്. അയാൾ എത്ര ദുഷ്ടനാണെങ്കിലും ഈ സ്ത്രീ പ്രസവിച്ച മകനാണത്. ആ മകൻ വന്ന് കൊണ്ടുപോകണമെന്ന് ഈ അമ്മയുടെ ആത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്നേ പറ്റൂ. ആ സേട്ടു എവിടെ ആയാലും, അയാൾ എത്ര വലിയ കൊല കൊമ്പനായാലും ശരി, അയാളെ ഞാനിവിടെ കൊണ്ടുവരും. അതുവരെ ഈ ശരീരം ഇവിടെ ഉണ്ടാവണം. ഒരു മുനിസിപ്പാലിറ്റിക്കാരനും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ഇവൻ പോയി കൊണ്ടുവരട്ടെ. പിന്നെ ഇവിടുന്ന് 3 മയ്യത്തെടുക്കേണ്ടി വരും. തള്ളയുടെയും മകന്റെയും പിന്നെ ഇവന്റെയും. എന്താ? ഞാൻ കൊച്ചിയിൽ നിന്ന് വരിക. മൂസ സേട്ടുവിനെ ഒന്ന് കാണണം. അതിന് സേട്ടൊക്കെ ഇവിടുന്ന് പോയിട്ട് കാലത്രയായി. എന്താ? സേട്ടു വേറെ ആൾക്ക് വിറ്റിട്ട് പോയി. അവരെ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. അപ്പൊ സേട്ടുവോ? അകത്ത് സാറിനോട് ചോദിച്ചാൽ ചിലപ്പോ അറിയാൻ പറ്റും. താനെന്താ ഇവിടെ? ഇത് സാറിന്റെ വീടാണോ? അതെ. എന്താ? ഒന്നുമില്ല. എനിക്ക് ആ മൂസ സേട്ടുവിനെ ഒന്ന് കാണണം. ഇന്നലെ രാത്രി അയാളുടെ ഉമ്മ മരിച്ചു. അതിന് തനിക്കെന്താ? അതും പറഞ്ഞ് താൻ എന്തിനാ നടക്കുന്നത്? എനിക്ക് അയാളെ അങ്ങോട്ട് കൊണ്ടുപോകണം. താൻ എന്ത് മണ്ടത്തരായി കാണിക്കുന്നത്? ഇത്രയും കാലം കോളനിക്കാരെ കയ്യിൽ നിന്ന് സേട്ടുവിനെ രക്ഷിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം എനിക്കറിയാം. അയാൾ ആരാ എന്താ എവിടെയാണെന്നുള്ള ഒരു വിവരവും കോളനിക്കാർക്ക് ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അങ്ങോട്ടാണോ താനിപ്പോ അയാളും കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്? സാർ, ഞാൻ പറയുന്ന ഒന്ന്. താനൊന്നും പറയണ്ട. ഇപ്പൊ കോളനിക്കാർ മുഴുവൻ നമ്മുടെ ഭാഗത്ത് വന്നിരിക്കുന്ന സമയമാ. താൻ അയാളെ ഇപ്പൊ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി ഒക്കെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാർ, ഒന്നും നശിക്കില്ല. അയാൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. എനിക്കറിയില്ല. സാർ, ദയവ് ഇത് പറ സാർ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? സാറിനറിയാം. അറിയാം. പറയാൻ മനസ്സില്ല. താൻ പോയേ. ശരി. ഇനി അവിടെ എന്തൊക്കെ നശിച്ചാലും എനിക്കൊന്നുമില്ല. എന്റെ അമ്മയെ പോലെ ഒരു അമ്മയുടെ ജനമാ അവിടെ അവകാശം കാത്ത് കിടക്കുന്നത്. മൂസ സേട്ട് എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ അവിടെ കൊണ്ടുപോയിരിക്കും. അതെ, ഈ പള്ളിയിൽ ഒരു മൂസ സേട്ട് വരാറുണ്ടോ? മൂസ സേട്ടു? ആ. അതാരാണ്? കൊച്ചിയിൽ വാടക കെട്ടിടങ്ങളും പാണ്ഡികശാലയൊക്കെ ഉള്ള ആലപ്പുഴക്കാരനൊരു മൂസ സേട്ടു. മൂസ സേട്ടു ഇവിടെ ഉണ്ട് ആരാ പറഞ്ഞത്? ഞാൻ അയാൾ താമസിച്ചിരുന്ന വീട്ടിലും കച്ചവടം നടത്തിയിരുന്ന സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു. അവരാ പറഞ്ഞ പള്ളികളെ അന്വേഷിച്ച് അറിയാവുന്ന. പിടി കിട്ടണില്ലല്ലോ മോനെ. ഏതായാലും ഈ പള്ളിയിൽ വരാറില്ല. അതെ, ഒന്ന് നിന്നേ. ദേ, ഇതാള്. അല്ല, ഇത് ഞമ്മളെ കോട്ടുമുക്രിയല്ലേ? ഇയാൾ ഇങ്ങനെയായ? ആര്? കോട്ടുമുക്രി. പള്ളിയിൽ ഹൗല് കഴുകണയും ബാങ്ക് വിളിക്കുകയും ചെയ്യുന്ന കോട്ടുമുക്രി. ആ, ദേ വരണ കോട്ടുമുക്രി. വിധിച്ചുള്ള കൊണ്ട് ഇടങ്ങാറായില്ല.
ഓടാൻ ഓടാൻ ഓടാനാ പറഞ്ഞു. ഓട് ഓട്. മൂസ സേട്ടു, ഞാൻ മൂസ സേട്ടുവിനെ കാണാമെന്ന് കൊച്ചിന്ന്. ഞാൻ മൂസാ സേട്ടു അല്ല, മൂസാ സേട്ടു മരിച്ചുപോയി. ആർക്കാ ഇപ്പൊ മൂസാ സേട്ടുവിനെ കാണേണ്ടത്? പോയി ആ വക്കീലിനെ ചെന്ന് കാണ്. അയാളാ ഇപ്പൊ സേട്ടു. എന്റെ കയ്യിൽ ഒന്നുമില്ല, സ്വന്തം പേര് പോലുമില്ല. കേസ് നടത്തി മൂസാ സേട്ട് പാപ്പനായി. കേസ് വാദിച്ച വക്കീൽ കോടീശ്വരനുമായി. ചിരിക്കണ്ട, നീ ചിരിക്കണ്ട. മോളിൽ നിന്ന് നീ കളിക്കണ കളിയില് പെറ്റുമ്മ പോലും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ? പിന്നാണോ കൊത്തുമ്പടമൊക്കെ? പോട്ടെന്ന്, എല്ലാം അങ്ങോട്ട് പോട്ടെ. പക്ഷേ എന്റെ ഉമ്മ അവസാനത്തെ തരി മണ്ണും കൈവിട്ടു പോകാൻ പോടുന്നറിഞ്ഞപ്പോ അതാർക്കും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് അവിടെ പോയി കാവല് കിടക്കുകയാണ് എന്റെ ഉമ്മ. എന്നാലും സാരമില്ല, ഉമ്മ ഇതൊന്നും അറിയണില്ലല്ലോ. ഉമ്മാടെ മോനെ കുട്ടികള് കൂക്ക് വിളിച്ചും കല്ലെറിഞ്ഞും കൊണ്ടു കിടക്കണത് ഉമ്മ അറിയണില്ലല്ലോ. അത് മതി, ആ ഒരു സമാധാനം മാത്രം മതി. ചേട്ടു, ആ ഉമ്മ ഇന്നലെ രാത്രി മരിച്ചു. ഞാൻ സേട്ടുവിനെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന്. ബാങ്ക് വിളിക്കാൻ നേരമായിട്ടാ.